ഹലോ ഗൈസ്, ഞങ്ങൾ തൃശ്ശൂരത്തിന് വെടിക്കെട്ട് കാണാനായിട്ട് ഒരു മണിയായപ്പോൾ വന്ന് നിൽക്കണതാണ് കേട്ടോ. പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് ഒരു 4-7 ഫസ്റ്റ് ടീമിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ടായത്. കാണാൻ വിചാരിച്ച പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൂരത്തിന് പോയപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞു ഇതിൻ്റെ പകുതി ആൾക്കാരെ വെടിക്കെട്ട് കാണാനുണ്ടാവുള്ളൂ. പക്ഷേ ഗൈസ് ഞാൻ ഞെട്ടിപ്പോയി. എന്തോരം ആൾക്കാരെന്നറിയോ, നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നായ്ക്കനാളിൻ്റെ അവിടെ കേട്ടോ ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് വ്യൂ പോയിൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു മൂലയ്ക്ക് കിട്ടി. ഫുള്ള് തിരക്കായ കാരണം അവിടെ മുമ്പിലേക്കൊന്നും കയറി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കിട്ടിയോടത്ത് നിന്നു. എന്നിട്ട് കാണുന്ന ഇതാണ് കേട്ടത്. എന്തായാലും ഫസ്റ്റിൻ്റെ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇതേ അടുത്തത് സ്റ്റാർട്ടായിട്ടാ. അടുത്തതിപ്പോൾ ഏതാ ടീമെന്നൊന്നും അറിയില്ല. അടുത്ത ടീമിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതും അടിപൊളി തന്നെയായിരുന്നു. ഫസ്റ്റ് വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. ഫ്രണ്ടിൽ നിന്നുള്ളവരൊക്കെ പാക്കിക്ക് പോയി തുടങ്ങി. പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ജയലക്ഷ്മി നായ്ക്കനാലിൻ്റെ അവിടെ നിന്ന് ജയലക്ഷ്മി വരെ തിരക്ക് തന്നെയായിരുന്നു ഫുള്ള്. അങ്ങനെ സെക്കൻഡ് ടീമിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ടായപ്പോൾ നല്ല റഷായിട്ടാണ്. ഒരു 5:31 സ്റ്റാർട്ടായപ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കഴിഞ്ഞിട്ട് സെക്കൻഡ് തുടങ്ങാൻ നല്ല ഗ്യാപ്പായിരുന്നു. ഇന്ന് കാലൊക്കെ കഴിച്ചു. ലാസ്റ്റ് വരണ്ടായിരുന്നു വരെ തുടങ്ങി. പക്ഷേ അത് വെച്ചിട്ട് പോവായിരുന്നുണ്ടെങ്കിൽ ഇത് വെടിക്കെട്ട് മിസ്സായതിന്. അടിപൊളി ഐറ്റായിരുന്നു. എന്താ പൊട്ടണമെന്ന് നോക്ക്, അടിപൊളി സാധനം. ലാസ്റ്റ് പേടിയൊക്കെ ആയി തുടങ്ങിയിട്ടാ. വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ലാസ്റ്റ് ചേട്ടൻ്റെയിൽ ഫോൺ കൊടുത്തിട്ട് ചെവിടൊക്കെ പൊട്ടിപ്പിടിച്ചു. എനിക്കാണെങ്കിൽ പേടിയായി തുടങ്ങി. അങ്ങനെ അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും നൈസ് സാധനമായിരുന്നു കേട്ടോ. എന്തായിരുന്നു, പ്രതീക്ഷയേക്കാൾ അടിപൊളിയായിരുന്നു വെടിക്കെട്ടൊക്കെ. ഇനി നിങ്ങൾ കുറച്ച് നേരം വെടിക്കെട്ട് കണ്ടിട്ട് വായോട്ടാ. അങ്ങനെ വെടിക്കെട്ടിൻ്റെ കലാശക്കൊട്ട എന്നിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ ഉണ്ടാവുള്ളൂ. അതുവരെയ്ക്കും ഒരു ഓർമ്മയില്ല തന്നെ. കലാശക്കൊട്ട ആയപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ തൊട്ട് അതിൻ്റെ പവറൊക്കെ അങ്ങോട്ട് കൂടി തുടങ്ങി. പൊട്ടലിൻ്റെ എഫക്റ്റൊക്കെ അങ്ങോട്ട് മാറി. എന്താ പൊട്ടലെന്നറിയോ. അങ്ങനെ ഈ വർഷത്തെ പൂരം കഴിഞ്ഞു. ഇനി നാളെയും കൂടി ഉണ്ട് പരിപാടി. പകൽപ്പൂരം കൂടെ കഴിഞ്ഞ് പൂരം കഴിഞ്ഞു. അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ആയി. ചെറിയ ചെറിയ എരുതുകളൊക്കെ ആയിട്ട് വെടിക്കെട്ട് അവസാനിക്കാൻ പോവാണ്. അടിപൊളിയായിരുന്നു. എന്തായാലും നല്ലൊരു രസമായിരുന്നു കാണാൻ തന്നെ. നല്ലൊരു വിഷ്വൽ എഫക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്തോരം പേരായിരുന്നു കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മുട്ടോള് പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതേ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുക. പോകുമ്പോഴത്തെ തിരക്ക് കണ്ട എന്താ തിരക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് എത്തണം.